പോലീസ് എത്തി ചെല്ലി നീക്കാൻ ശ്രമിക്കുന്നു. അതിവിടെ ഇവിടുത്തേതും അതിവിടെ ഇവിടുത്തേതും പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രാഷ്ട്രപതി വാഹനത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഫയർഫോഴ്സും ചേർന്ന് രാഷ്ട്രപതി വാഹനത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന പോലെ ശബരീശ ദർശനത്തിനായി ഒരുപാട് തവണ മാറ്റി നിർത്തിയിരുന്നതായിരുന്നു. ഒരുപാട് തവണ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ആ പ്രത്യേക വാഹന വ്യൂഹത്തിലേക്ക് രാഷ്ട്രപതി കയറിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് ഏറ്റവും പുണ്യമായ അയ്യന്റെ വൃന്ദാവനത്തിലൂടെയുള്ള ഭക്തി നിർഭരമായുള്ള ഒരു യാത്രയാണ്. പമ്പയിലെത്തി ദേഹശുദ്ധി വരുത്തി അതിനുശേഷം പമ്പാ ഗണപതിയെ വണങ്ങിക്കൊണ്ട് പമ്പാ ഗണപതിയുടെ തിരുസന്നിധിയിൽ ഇരുമുടി കേട്ട് നിറച്ചുകൊണ്ട് അയ്യന്റെ പൂങ്കാവനത്തിലൂടെ ശബരീശ സന്നിധിയിലേക്ക് എത്തുന്ന ഒരു സമയത്തേക്കാണ് ഇനി എല്ലാവരും കാത്തുനിൽക്കുന്നത്. ശബരീശന് മുന്നിൽ ഉച്ചപൂജ ദർശിച്ചതിന് ശേഷമായിരിക്കും തിരിച്ചുള്ള ഒരു മടക്കം. ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ശരണം വിളിച്ചുകൊണ്ട് ആയിരങ്ങൾ എത്തുന്ന ആ ഒരു മണ്ണിലേക്ക് തന്നെ, പവിത്രമായ ഒരു മണ്ണിലേക്ക്, കലിയുഗ വരദന്റെ മണ്ണിലേക്ക്, കാനനവാസന്റെ മണ്ണിലേക്ക് രാജ്യത്തിന്റെ രാഷ്ട്രപതി ഇവിടെ നിന്നും പത്തനംതിട്ടയിൽ നിന്നും മടങ്ങുകയാണ്. ആ യാത്രയിലേക്കാണ് യാത്ര ഇവിടെ നിന്നും തുടങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രപതി വാഹനത്തിലേക്ക് കയറിയ വാഹനം നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം കൂടെയുണ്ട്. ഒപ്പം വലിയ വാഹന വ്യൂഹമൊക്കെ തയ്യാറായിട്ടുണ്ട്. ബാക്കി അഗ്നിരക്ഷാ സേനയുടെയും അതോടൊപ്പം പോലീസിന്റെയും മറ്റ് കേന്ദ്രസേനയുടെയും ഒക്കെ തന്നെ അകമ്പടി പോലീസ് എത്തി ചെല്ലി നീക്കാൻ ശ്രമിക്കുന്നു. ഫയർഫോഴ്സും ചേർന്ന് നിലയ്ക്കൂടെ ലാൻഡിംഗ് മാറ്റിയതോടെ രാവിലെ കോൺക്രീറ്റിന്റെ താഴെയും ചെയ്തു. അതിന് ഈ വണ്ടി കയറുന്ന വിഷയം നമ്മൾ ആ സമയത്ത് വിളിച്ചു അത് പെട്ടെന്ന് ക്രമീകരിച്ചോണ്ടായിരിക്കും. അറിയത്തില്ല, ദൂരെ എന്നുള്ളൊരു പടം പെട്ടെന്ന് ക്രമീകരിച്ചോണ്ടായിരിക്കും.